നമസ്തേ, പ്രീതാസ് കെല്ലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ മാങ്ങയാണ്. സാധാരണ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഈ ഉലുവ മാങ്ങ ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റുള്ള അച്ചാറുകൾ പോലെ കടുകൊക്കെ അരച്ചിട്ടുള്ള അച്ചാറുണ്ടല്ലോ, പെട്ടെന്ന് തയ്യാറാക്കുന്ന സദ്യ സ്റ്റൈൽ അച്ചാറൊക്കെ ഉണ്ടല്ലോ, അതുപോലെയല്ല ഇത്. അതൊക്കെ പെട്ടെന്ന് നമുക്കത് പഴകി കേടുവരും. ഇത് അത്ര പെട്ടെന്ന് കേടുവരില്ല. പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം, കാരണം ഇതിൽ എണ്ണയൊന്നും ചേർക്കണില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉലുവ മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 8 വലുതും ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇവിടെ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അധികം കഴമ്പ് ചേർത്തിട്ടില്ല. കഴമ്പ് ചേർത്ത് നല്ല പുളിയുള്ള മാങ്ങ കൊണ്ടാണ് അധികം കഴമ്പ് ചേർക്കാത്തത്. പിന്നെ കൂടുതൽ കഴമ്പ് ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് പഴകി പോവുകയുള്ളൂ. ആ മാങ്ങയുടെ ബാക്കി കഴമ്പുണ്ടല്ലോ, അത് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാങ്ങാ സമ്മന്തി, മാങ്ങാ പെരുക്ക, മാങ്ങാക്കറി ഇതെല്ലാം ഉണ്ടാക്കാം. പിന്നെ ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ചാലും നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഉപ്പ് നമുക്ക് പിന്നെ ചേർത്താലും മതി. പക്ഷേ ഇതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊന്ന് ആ വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടാവും നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കണ സമയത്ത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നേരത്തെ തന്നെ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ അച്ചാറിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. ഇനി അച്ചാറിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എൽജിയുടെ കായാണ്. എൽജിയുടെ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല, പക്ഷേ ഈ കായം അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ ഈ എൽജിയുടെ കായം നല്ല മണമാണ്. ഇതുപോലെ കായം കൊണ്ട് പൊടിയും കൊണ്ട് കായത്തിൻ്റെ പൊടി നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാം. പക്ഷേ ഇതുപോലത്തെ കായം വറുത്ത് പൊടിച്ചിട്ട് ഇടുമ്പോൾ അച്ചാറിന് കൂടുതൽ നല്ലതാണ്, നല്ല മണം കിട്ടും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അവിടുത്തെ ആ കായല്ലേ അതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ കായത്തിൻ്റെ പീസസ് ഓരോന്നായിട്ട് ആ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. വിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നേരെ മിക്സ് ചെയ്യാം, ഒട്ടിപ്പിടിക്കില്ല. എല്ലാ സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. ഇതേപോലെ ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് കരിയിക്കരുത്. ഇതുപോലെ ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുക്കുക. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി അച്ചാറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ കൂടി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമില്ല, കുറച്ച് കൂടുതൽ വറുത്തുവെന്നേ ഉള്ളൂ. ഇപ്പോൾ ഉലുവയ്ക്കൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതുപോലെ ചുമന്ന ആയി വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഈ ഉരൽ പോലത്തെ സാധനത്തിലിട്ട് പൊടിച്ചെടുക്കാൻ തുടങ്ങി. ഇതിൽ ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ ഞാൻ അത് വീണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ്ടില്ലേ, ഇതേപോലൊന്ന് പൊടിച്ചെടുക്കുക. നല്ല നൈസായിട്ട് തീരെ തരിയില്ലാതെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ജാറിൽ തന്നെ നമ്മൾ വറുത്ത് വെച്ച കായ ഉണ്ടല്ലോ, ഈ കായവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതും ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ ഉലുവ പൊടിച്ച പോലെ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതാണ്ടില്ലേ, ഇതേപോലൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മാങ്ങയിലെ വെള്ളമൊക്കെ ആ ഉപ്പിട്ടിട്ടുള്ള ഉപ്പിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയുടെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇപ്പോൾ പൊടിച്ച് വെച്ച കായപ്പൊടിയില്ലേ, ഈ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കായപ്പൊടി, ഉലുവപ്പൊടി ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, അച്ചാർ കായ്ക്കുള്ളൂ. ഇത് രണ്ടും ഇട്ട് കൊടുത്താൽ കൂടുതലായി കഴിഞ്ഞാൽ അച്ചാർ കായ്ക്കുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് മണമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ കായം വറുത്ത എണ്ണ ഉണ്ടല്ലോ, അതിൽ കായത്തിൻ്റെ നല്ല മണമൊക്കെ ഉണ്ടാവും. ആ എണ്ണ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
നിങ്ങൾക്ക് എണ്ണ വേണ്ട എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ആ ഉപ്പിൻ്റെ ഒക്കെ വെള്ളം ഇറങ്ങുകൊണ്ട് നന്നായിട്ട് മുളക് പൊടി ഇട്ടാലും നന്നായിട്ട് അയഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിൽ ഒന്നുകൂടി വെള്ളം ഇറങ്ങിയിട്ട് ഒന്നുകൂടി അയഞ്ഞ് വരും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അച്ചാറിൽ വെള്ളം ഒന്നുകൂടി ഇറങ്ങി നന്നായിട്ട് അയഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ അയഞ്ഞ് വന്നാൽ മതി, വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് നാശമായി പോവുകയുള്ളൂ. നമ്മുടെ ഉലുവ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഈ ബോട്ടിലാക്കിയതിന് ശേഷം മീതെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ ഉലുവ മാങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.